ഭയങ്കര സ്വാഗും ലുക്കും ഒക്കെയുള്ള റഹ്മാനും ഇന്ദ്രജിത്തും ഒരു വശത്ത്, എന്തോ ഒരു കാരണത്താൽ അവരോട് കോർക്കാൻ വരുന്ന കലാഭവൻ മണിയും വിനായകനും മറ്റൊരു വശത്ത്. ഇതിന്റെയൊക്കെ ഒത്ത നടുക്ക് ഒരു ഒന്നൊന്നര ലുക്കിൽ ആസിഫ് അലി. ഇനി ക്ലൈമാക്സിനോട് അടുപ്പിച്ച് അണ്ണന്റെ വക മാരക എൻട്രി. പിന്നെ എല്ലാം കഴിഞ്ഞ് ക്ലൈമാക്സിൽ സാധാരണ സിനിമയിലെ പോലെ നായകൻ ടീമും വില്ലൻ ടീമും ഒരു ഷൂട്ട് ഔട്ട് നടത്തി കഴിഞ്ഞാൽ നായകന്റെ ഷോൾഡറിൽ ഒരു വെടി ചില സന്ദർഭങ്ങളിൽ മാത്രം കൂടെയുള്ള ഒരാളെ ബലി കൊടുക്കും. പക്ഷെ മെയിൻ വില്ലന്മാരും അവരുടെ കൂടെ വന്ന 10-25 പേരും ഫുൾ ക്ലോസ് എന്ന ആ ഒരു ക്ലീഷെ പൊളിച്ചെഴുതിയ ഒരു ഒന്നൊന്നര ക്ലൈമാക്സും. പിന്നെ ഇജാതി പറപ്പുകേട് കാണിക്കുന്നവന്മാര് അതിപ്പോ നായകനായാലും വില്ലനായാലും അവസാനം നരകത്തിലോട്ട് തന്നെ എത്തും. അവിടെ അവർ ബെസ്റ്റ് കമ്പനി ആയിരിക്കുമെന്ന് കാണിക്കുന്ന ഒരു ഐറ്റം ഡാൻസും. ആകെ മൊത്തം പറഞ്ഞ ഇതൊരു കളറു പടമായിരുന്നു. എന്നാൽ 2 ദിവസം മുൻപ് അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ അനൗൺസ്മെന്റ് വന്നു. നസ്ലനും സൗബിനും ഓൾറെഡി ഇന്നാണെന്ന് മനസ്സിലായി. ഇതിനപ്പുറത്തേക്ക് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞാൻ സത്യം പറഞ്ഞാലല്ല. കാരണം ഇതിന്റെ OG ഗെയിമിൽ ഉണ്ടായിരുന്നതൊക്കെ കുറെ മുതിർന്ന ആളുകളും ഇത് കുറെ പിള്ളേരുമാണല്ലോ എന്നൊരു തോന്നൽ. എന്റെ ഒരു കണക്കിന് ഇതിങ്ങനെ പ്രതീക്ഷയില്ലാതെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പഴയ ആൾക്കാർ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അവർക്ക് മരിച്ചുപോയില്ലേ? പക്ഷെ അപ്പോഴും വഴിയുണ്ട്. ആ സിനിമയിൽ അവരുടെ ആ ഒരു എപ്പിസോഡ് നടക്കുന്നതിന് മുൻപ് അവർ 4 പേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പാരലലി നടക്കുന്ന ഒരു കഥയായിട്ട് ഇതിനെ കാണിച്ചാൽ OG ബാച്ചിലർ ബോയ്സിനെയും ഇതിലേക്ക് കൊണ്ടുവരാം. ബട്ട് അപ്പോഴും ഒരു കുറവ് നികത്താൻ കഴിയില്ലല്ലോ.